നമസ്കാരം. സ്ട്രെസ്, ആങ്സൈറ്റി ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കിന്നറിയാം. സ്ട്രെസ് ഇത് നോർമലായിട്ടുള്ള ഒരു വികാരമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അത് എന്തെങ്കിലും പ്രയാസങ്ങളോ വെല്ലുവിളികളോ തടസ്സങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രതികരണമാണ്. അത് കഴിയുമ്പോൾ സ്വാഭാവിക നിലയിലേക്ക് വരുന്നതുമാണ്. പക്ഷേ ഉത്കണ്ഠ എന്ന് പറയുന്നത് മനസ്സിൻ്റെ വികാരാത്മക അവസ്ഥയാണ്. അതിനെ നമ്മൾ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഉള്ളതാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്സ് അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ അവസ്ഥ കഴിയുമ്പോൾ എന്താണോ നമുക്കുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ സ്വാഭാവിക നിലയിലോട്ട് വരുന്നതാണ്. പക്ഷേ ഉത്കണ്ഠ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന കാര്യം അങ്ങനെയല്ല. കടുത്ത സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അത് കാരണവശാൽ നമുക്ക് വേറെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് നാളുകളായി നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഒരു വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെസ്സ് ആ ഒരു പ്രശ്നം തീരുമ്പോൾ അത് കുറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ആങ്സൈറ്റി അങ്ങനെയല്ല. പ്രശ്നം തീർന്നു കഴിഞ്ഞാലും വേറെ പുതിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പിന്നെയും വ്യാകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു.